ക്രിസ്തുവിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 19 മുതൽ 28 വരെയുള്ള വചനഭാഗങ്ങളാണ് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത്. യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും യോഹന്നാനെക്കുറിച്ച് അന്വേഷിച്ചു വരുവാൻ അയക്കുന്നതാണ് സുവിശേഷ ഭാഗം. സ്നാപകൻ പറഞ്ഞത് കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ക്രിസ്തുവിനെ ഉദ്ധരിച്ചുകൊണ്ട് സ്നാപകൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേയുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന യഹൂദജനവും ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സ്നാപക യോഹന്നാനും. രണ്ടിൻ്റെയും ആത്മാവ് ക്രിസ്തു അന്വേഷണം തന്നെയാണ്. ഒരർത്ഥത്തിൽ സ്നാപകൻ കർത്താവിന് വഴിയൊരുക്കുവാൻ വന്നവനാണെങ്കിലും സ്നാപകൻ പോലും കർത്താവിനെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്നാപയോഹന്നാൻ നമ്മോട് പറയുന്ന സത്യമിതാണ്: നീ നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നുവെങ്കിൽ ആ ക്രിസ്തുവിന് വഴിയൊരുക്കുന്നവനായി നീ മാറേണ്ടതുണ്ട്. യോഹന്നാൻ വഴിയൊരുക്കിയത് ക്രിസ്തുവിന് വേണ്ടിയായിരുന്നു. ആ വഴിയിലൂടെ നാം ക്രിസ്തുവിങ്കലേക്ക് എത്തുവാൻ കൂടിയായിരുന്നു. രണ്ടാമതായി, ക്രിസ്തുവിൻ്റെ യോഗ്യതയെ, മഹത്വത്തെ ചൂണ്ടിക്കാണിക്കാൻ യോഹന്നാൻ്റെ അയോഗ്യതയെ ഏറ്റുപറയുന്ന വ്യത്യസ്തമായ രീതിയാണ് നാം കാണുന്നത്. നമുക്കും ക്രിസ്തുവിനെ കാണണമെങ്കിൽ സ്നാപകൻ സ്വീകരിച്ച അതേ മാതൃക സ്വീകരിക്കണം. ക്രിസ്തുവിനെ ഏറ്റുപറയുകയും നമ്മെ തന്നെ ചെറുതാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ സ്നാപയോഹന്നാൻ സ്വയം എരിഞ്ഞ് ഇല്ലാതാവുകയായിരുന്നു. താൻ എന്താണെന്നും എന്തല്ല എന്നുമുള്ള പൂർണ്ണബോധത്തിൽ നിന്നുള്ളതാണ് സ്നാപകൻ്റെ സാക്ഷ്യം. അതുകൊണ്ട് തന്നെ സാക്ഷ്യം എന്നുള്ളത് തന്നെ മറന്നുകൊണ്ട് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ കാണിക്കുന്ന ധീരതയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്നാപയോഹന്നാന് സധൈര്യം പറയുവാൻ സാധിച്ചത്, ഞാൻ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ തന്നെയാണ് വന്നവനെന്ന്. യഥാർത്ഥത്തിൽ നാം നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മിലെ ക്രിസ്തുവിനെ നാം കണ്ടു തുടങ്ങുന്നുള്ളൂ. അങ്ങനെ ക്രിസ്തുവിനെ കാണുന്നവരായി, ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.